മലയോര ഹൈവേയുടെ മരുതോം കാറ്റാങ്കവല ഭാഗങ്ങളിലെ വികസനത്തിന് വനഭൂമി വിട്ടുകിട്ടിയിട്ടും ടാറിംഗ് പ്രവൃത്തികൾ അന്തിമമായി നീളുന്നതിനെതിരെ മാലോം സെന്റ് ജോർജ് ഫെറോന പള്ളി ഓഡിറ്റോറിയത്തിൽ ജനകീയ സദസ്സ് നടത്തി. TP തമ്പാൻ ചെയർമാനും ബാബു അഗസ്റ്റിൻ, KS രമണി എന്നിവർ വർക്കിംഗ് ചെയർപേഴ്സണും പഞ്ചായത്ത് അംഗം അലക്സ് നെടിയകാല കൺവീനറുമായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ബളാൽ, ഈസ്റ്റളിരി, വെസ്റ്റളിരി പഞ്ചായത്ത് പ്രസിഡന്റുമാർ രക്ഷാധികാരികളായിരിക്കും. വനമേഖലയിലെ ടാറിംഗ് നടക്കാത്ത ഭാഗങ്ങളിലൂടെയുള്ള യാത്ര ദുരിതമായിരിക്കുകയാണെന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരണ യോഗം ചൂണ്ടിക്കാട്ടി. കോടികൾ മുടക്കി നിർമ്മിച്ച മലയോര ഹൈവേയുടെ പ്രയോജനം തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇത്രയും ഭാഗം പഴയപടി കിടക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ വനപാതകളിൽ താൽക്കാലികമായി കോൺക്രീറ്റ് നടത്തുന്നതിന് 50 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ബാക്കി ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നതിന് 65 ലക്ഷം രൂപ അനുവദിച്ചു. ഇത് വർഷാവർഷം അഴിമതി നടത്തുന്നതിന് വേണ്ടിയാണെന്നും ഈ പണം കൂടി ഉൾപ്പെടുത്തി കഴിവതും വേഗത്തിൽ മലയോര ഹൈവേ പൂർണ്ണമാക്കുകയാണ് ചെയ്യേണ്ടതെന്നും യോഗം ചൂണ്ടിക്കാട്ടി. സമരസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ മലയോര ഹൈവേയിലെയും വനമേഖലയിലെ ടാറിംഗ് തകർന്ന ഭാഗങ്ങൾ സന്ദർശിച്ചു. KD മോഹനൻ, രാജേഷ് മണിയറ, EK സിനോജ്, ജെന്നി തയ്യിൽ, സുരേഷ് പുലിക്കോടൻ, മാർട്ടിൻ ജോർജ്, രമണി കൊന്നക്കാട്, ബെന്നി ചുള്ളി, സിജോ കാര്യാട്ടുചാൽ തുടങ്ങിയവർ സന്ദർശിച്ചു.